ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിസത്തിലൂടെയുള്ള റിഫ്രാക്ഷനെ കുറിച്ചാണ്. പ്രിസത്തിലൂടെയുള്ള റിഫ്രാക്ഷൻ എന്താണ് പ്രിസം? ലെറ്റ്സ് സീ വാട്ട് ഈസ് പ്രിസം. ഞാനൊരു പ്രിസത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിലെ ലബോറട്ടറിയിൽ നിങ്ങൾ പ്രിസം കണ്ടിട്ടുണ്ട്. സീ ദ പ്രിസം വിൽ ബി എ ഷേപ്പ് ലൈക്ക് ദിസ്, റൈറ്റ്? അപ്പോൾ പ്രിസത്തിന് എത്ര സർഫസ് ഉണ്ടെന്ന് നോക്കി. 2 ട്രയാങ്കുലാർ സർഫസ് ഉണ്ട്, ഒന്ന് ഇപ്പുറം, പിന്നെ 1, 2, 3 റെക്റ്റാങ്കുലാർ സർഫസസും ഉണ്ട്. അപ്പോൾ നോട്ട് ചെയ്തോളൂ, പ്രിസം ഈസ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ബൗണ്ടഡ് ബൈ 2 triangular surfaces and 3 rectangular surfaces. And among the 3 rectangular surfaces, one surface will be rough, and that is known as base of the prism. That is the base of the prism. And the other 2 surfaces, one at that side, this side, they will be smooth, and they are known as the refracting faces. The other 2 rectangular faces are smooth and are known as refracting faces. The common side for refracting faces is known as edge of the prism. The edge of the prism. And the angle made by the refracting faces are known as angle of the prism. Okay? Generally, a prism is represented by a symbol like this. This is the symbol. General expression for, like general representation for prism, where A stands for angle of prism and AB stands for base of prism. AC and BC are 2 refracting faces. Okay? ഇനി നമുക്ക് പ്രിസത്തിലെ ഡീവിയേഷൻ്റെ ആംഗിൾ പറയാം. എന്താണ് പ്രിസത്തിൽ സംഭവിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ 2 തരത്തിലുള്ള ലൈറ്റ് റേസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുണ്ടാവുക. ഒന്ന് മോണോക്രോമാറ്റിക് എന്ന് പറയുന്ന ലൈറ്റ്. മോണോക്രോമാറ്റിക് എന്ന് വെച്ചാൽ ഒറ്റ വേവ് ലെങ്ത്, ഒറ്റ കളർ. ക്രോം എന്ന് പറഞ്ഞാൽ കളർ എന്നല്ല അർത്ഥം. അപ്പോൾ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒറ്റ കളർ വേവ് ലെങ്ത്, ഒറ്റ കളർ. ഇപ്പോൾ മഞ്ഞ, പച്ച, ഒറ്റ കളർ. എന്തല്ല, വൈറ്റ് ലൈറ്റ് പോലെയല്ല. വൈറ്റ് ലൈറ്റ് എന്താ? വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്. വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കളേഴ്സാണ്. വിബ്ജിയോർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ വൈറ്റ് ലൈറ്റ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സാണ്. ഇത് മോണോക്രോമാറ്റിക് എന്ന് വെച്ചാൽ ഒറ്റ കളർ, ഒറ്റ വേവ് ലെങ്ത്. എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മളിവിടെ എന്തെടുത്തു? ഒരു പ്രിസം എടുത്തു. Yes, this is the base of the prism, AB. Okay? Now, അപ്പോൾ സൈഡ് ഹെഡിങ് എഴുതേണ്ടത് എന്താ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ മോണോക്രോമാറ്റിക് എന്ന് എഴുതി വെച്ചു. മോണോക്രോമാറ്റിക് മീൻസ് ഒറ്റ കളർ. ഇതാണ് ഇൻസിഡന്റ് റേ. ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് PQ. അപ്പോൾ ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കണം? നോർമൽ വരയ്ക്കണം. ഉണ്ടല്ല, ഈ സർഫസിൽ നോർമൽ വരച്ചു. യെസ്, ആക്ച്വലി ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. Now it's moving from air to glass. Prism glass കൊണ്ട് ഉണ്ടാക്കിയ prism. It's moving from air to glass. Air to glass ആകുമ്പോൾ it will bend towards the normal. Rarer to denser, it will bend towards the normal. Now this is the second phase. Of second phase we again draw the normal. Okay? Now this much angle is R1 and this much angle is R2. ഇവിടെ നിന്ന് വീണ്ടും it's moving from rarer to denser, so it will deviate away from the normal.
This is actually happening. So I can say PQR and S. രണ്ട് ഫേസിലാണ് നോർമൽ വരച്ച ശ്രദ്ധിക്കണം, സർഫസിനാണ് നോർമൽ വരയ്ക്കുക. സർഫസിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. റയറർ ടു ഡെൻസർ ആകുമ്പോൾ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ, ഡെൻസർ ടു റയർ ആകുമ്പോൾ ഇറ്റ് ബെൻഡ്സ് അവേ ഫ്രം ദ നോർമൽ. നമുക്ക് നോക്കാം ഫോർ റിഫ്രാക്ഷൻ ഫ്രം ഫസ്റ്റ് ഫേസ്. എ സിയിലെ റിഫ്രാക്ഷനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. So it is I1, it is R1. Now what is deviation? It's moving from rarer to denser. So deviation from the first phase will be I minus R. So deviation from first phase, let me call it as delta 1. Delta 1. With the delta 1 will be I1 minus R1. And that is towards base. ശരിയല്ലേ? ആ ഡീവിയേഷൻ എങ്ങോട്ടല്ല, ഇങ്ങനെ പോകേണ്ടിരുന്ന ആളാണ്, ഇങ്ങനെ. So it is towards base. Now deviation from second phase. Deviation from BC. Let me call it as delta 2. See, this is R2 and this is I2. ഇത് ഡെൻസർ ടു റയറർ ആണ്. ഡെൻസർ ടു റയറർ ആകുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആർ മൈനസ് ഐ ആണ്. ആർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് ആംഗിളാണ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ആംഗിളാണ്. രണ്ടാമത്തെ ഫേസിൽ ഞാൻ കൊടുത്തത് I2 എന്നാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ, ഇൻസിഡൻറ്റ് ആംഗിൾ R2 ആണ്. അത് ഞാൻ മനഃപൂർവ്വം തിരിച്ചാണ് ഈ I മൈനസ് ആർ രൂപത്തിൽ കിട്ടേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? മനഃപൂർവ്വം തിരിച്ചാണ്. അപ്പോൾ ഇത് R1 ഇത് R2 എന്ന് വിളിച്ചു. ഈ I2 ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, R2 ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഡെൽറ്റ 2 വിൽ ബി റിഫ്രാക്ഷൻ മൈനസ് ഇൻസിഡൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി I2 മൈനസ് R2. അതും എങ്ങോട്ട് തന്നെ ടുവേർഡ്സ് ദ ബേസ്. കണ്ടില്ലേ, ഇങ്ങോട്ട് തന്നെയല്ലേ വളരുന്നത്, ഇങ്ങനെ പോയിട്ടിരുന്നാണ് ഇങ്ങോട്ടാണ് വളരുന്നത്. സോ ഇറ്റ് ഈസ് ടുവേർഡ്സ് ബേസ്. സോ ടോട്ടൽ ഡീവിയേഷൻ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ടോട്ടൽ ഡീവിയേഷൻ. ആക്ച്വലി ഇനീഷ്യൽ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോൾ ഫൈനലി ലൈറ്റ് എമർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഫൈനലി ലൈറ്റ് എമർജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എന്ത് ടോട്ടൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അതെന്ത് ചെയ്യണം? ഒന്നാമത്തെ ഫേസും ഡീവിയേറ്റ് ചെയ്യിച്ചു, രണ്ടാമത്തെ ഫേസും ഡീവിയേറ്റ് ചെയ്യിച്ചു. അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ കാണാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഡീവിയേഷൻ വിൽ ബി ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. കാര്യം എന്താ? ഒന്നും ബേസിൻ്റെ അടുത്തേക്കാണ് ഡീവിയേറ്റ് ചെയ്തത്, രണ്ടും ബേസിൻ്റെ അടുത്തേക്കാണ് ഡീവിയേറ്റ് ചെയ്തത്. അപ്പോൾ ഡീവിയേറ്റ് ചെയ്ത ആംഗിൾ ഒരേ ഡയറക്ഷനിലാണ്. സോ യു ഹാവ് ടു ആഡ് ഇറ്റ് അപ്പ്. So what happens? Deviation equal to delta 1 plus delta 2, that will be equal to I1 minus R1 plus I2 minus R2. So it is I1 minus R1 plus I2 minus R2. It will be I1 plus I2 minus R1 plus R2. So this is the angle of deviation, total angle of deviation, I1 plus I2 മൈനസ് R1 പ്ലസ് R2. ഇത് നിർബന്ധമായും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോം ഓഫ് ഇക്വേഷനാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് സർഫസുകളിലും ഡീവിയേഷൻ സംഭവിച്ചതിന് ശേഷമുള്ള ടോട്ടൽ ഡീവിയേറ്റഡ് ആംഗിളാണ്. ടോട്ടൽ ഡീവിയേറ്റഡ് ആംഗിളാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി ഈ ഇക്വേഷനിലെ ചില റീസ്ട്രക്ചറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ ഒരു പ്രിസമൊക്കെ വരച്ചതിൽ ചില പോയിന്റ്സിന് പേരൊക്കെ കൊടുത്തിരുന്നു. ഇതാണ് നോർമലുകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലം അല്ലേ? ഓക്കെ, അതിൽ ഈ രണ്ട് ആംഗിളുകൾ എന്താ 90 ആണ്, ഇതും 90 ആണ്, അതിന് സംശയമില്ലല്ലോ. അപ്പോൾ ടേക്ക് ക്വാഡ്രിലാറ്ററൽ ഏതാ? NRCQ. വെറുതെ ഒരു പേര് കൊടുത്തു, NRCQ. അവിടെ ആര് തമ്മിലുള്ള ആംഗിൾ ഇതാരാ? ആംഗിൾ സി ആണ്, വിച്ച് ഈസ് ആംഗിൾ ഓഫ് പ്രിസം. ആംഗിൾ സി പ്ലസ് ആംഗിൾ CQN, ആംഗിൾ CQN പ്ലസ് ആംഗിൾ QNR പ്ലസ് ആംഗിൾ NRC.
ഇതെല്ലാം കൂടെ ചേർത്താൽ 360 ഡിഗ്രിയാണ്. ഇതിൽ ആംഗിൾ CQN ഈക്വൽ ടു ആംഗിൾ CRN or NRC, അതായത് NRC ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പോൾ ആരൊക്കെ 90? ഈ ആളും 90 ആണെങ്കിൽ ഇത് പ്ലസ് ഇതെന്താ കിട്ടുക? 180 എന്നാണ് കിട്ടുക. സോ ആംഗിൾ C പ്ലസ് ആംഗിൾ QNR. ഓക്കെ, NRC ആണ് സം അല്ലേ, സോറി ഇതായിരുന്നു 90. ആംഗിൾ QNR ഈക്വൽ ടു 180. വാട്ട് ഈസ് ആംഗിൾ C? A പ്ലസ് N ഈക്വൽ ടു 180. ഇങ്ങനെ കിട്ടും. Now take the triangle. Take triangle QNR. Take triangle QNR. ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈക്വൽ ടു 180. So you have these two, like 3, 4, suppose, comparing 3 and 4. Comparing 3 and 4, what you are getting? ഇവിടെ n പോലെ n ഉണ്ട്, 180 പോലെ 180 ഉണ്ട്. അപ്പോൾ R1 plus R2 will be equal to A. Therefore, deviation is equal to I1 plus I2 minus A. This is one another form of angle of deviation for a prism. I1 plus I2 minus A. ഇനി നമുക്ക് നോക്കാം ഒരു സ്മോൾ ആംഗിൾഡ് പ്രിസം. സ്മോൾ ആംഗിൾഡ് പ്രിസം എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് പ്രിസം ഈസ് വെരി ലെസ്. ദിസ് A ഈസ് വെരി ലെസ്. A വെരി ലെസ്. സോ A വെരി ലെസ് ആകുമ്പോൾ ഐയും ആറും ഒക്കെ വളരെ കുറവായിരിക്കും. സോ A വെരി ലെസ്, I വെരി ലെസ്, R വെരി ലെസ്. I ലെസ് ആകുമ്പോൾ ആറും ലെസ് ആയാലേ പറ്റുള്ളൂ, ബിക്കോസ് സൈൻ I ബൈ സൈൻ R കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു സൈൻ I1 ബൈ സൈൻ R1 ഈക്വൽ ടു I1 by R1 nearly equal to I1 by R1 because small, very small angles is equal to N. കുഴപ്പമില്ലല്ലോ, N. This is air and this is the medium of refractive index N. So I1 equal to NR1. അടുത്ത ഫേസിൽ സൈൻ റെഡി I2 by R2. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ I1 by R1, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ I2 by R2. ശരിയല്ലേ? അപ്പോൾ സൈൻ I2 by sin R2 നിയർലി ഈക്വൽ ടു I2 by R2 ഈക്വൽ ടു N. അതിനാണ് നമുക്ക് കണ്ടില്ലേ, നേരത്തെ ഞാൻ ചിത്രത്തിൽ ഉള്ളിൽ ആറിട്ടതിൻ്റെ കാരണം അതാ, ആ ഒരു യൂണിഫോമിറ്റി കിട്ടേണ്ട ഇക്വേഷന്. സൈൻ R2 by sin I2 എന്താ? സൈൻ R2 by sin I2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ്. എനിക്കതല്ല വേണ്ടത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ I2 by R2 എന്ന് എഴുതിയത്. സോ I2 വിൽ ബി ഈക്വൽ ടു NR2. അപ്പോൾ ഡീവിയേഷൻ എന്തായി? ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് I2ന് പകരം NR1 പ്ലസ് NR2 പ്ലസ് NR2 മൈനസ് A എന്നായി. ദാറ്റ് ഈസ് N ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് A എന്നായി. ദാറ്റ് ഈസ് NA മൈനസ് A എന്നായി. So deviation is equal to A into N minus 1. ഇപ്പം നമുക്ക് കിട്ടിയാണ് deviation for a small angled prism. Deviation for a small angled prism. So this is actually the refraction happening through prism. Okay. Okay. നോക്കാം. ഇപ്പം എല്ലാവരും ഇത് കണക്ക് പഠിക്കുമ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. ഇത് വെറുതെ എഴുതി പഠിക്കുന്നതിൽ അർത്ഥമില്ല. എഴുതി പഠിച്ചാൽ നല്ലതാണ്, പക്ഷെ വെറുതെ എഴുതി പഠിക്കുന്നതിൽ അർത്ഥമില്ല. എങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി ചിത്രം വരച്ച്
ആദ്യം ശരിക്കും ഈ പുസ്തകത്തിൽ കൈ മറച്ചു പിടിച്ച് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ എഴുതി പഠിക്കുക. അല്ലാതെ വെറുതെ നോക്കി എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. ഇത് സ്വയം അപ്ലൈ ചെയ്ത് തന്നെ പഠിക്കണം. ചിത്രം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കണക്ക് പഠിക്കുമ്പോൾ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ.